ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 15:9-10 ഒന്ന് വായിച്ചാട്ട്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും എന്ന് പറഞ്ഞാൽ നിന്റെ നന്മ നശിപ്പിക്കാൻ കടന്നു വരുന്ന ചില ശത്രു ഇന്നു പകലിൽ ദൈവം തന്റെ വചനമായി തകർക്കുന്ന പകലായി മാറുകയാ. എന്റെ ദൈവം നിനക്ക് തന്ന നന്മയെ അപഹരിക്കുന്ന, എന്റെ ദൈവം നിനക്ക് തന്ന ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ, അതിന്റെ നിരൂപണങ്ങളെ ഇന്ന് പകലിൽ ദൈവം തന്റെ വചനമയച്ച് അവൻ വിടുതലയക്കുന്ന ഒരു പകലായി മാറാൻ പോവുകയാ. ഇവിടെ വചനം പറയുന്നു, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, നിന്റെ നന്മ അപഹരിക്കും, ദൈവം തന്ന നന്മ അപഹരിക്കും എന്ന് വെല്ലുവിളിക്കുന്ന ചില ശത്രുവിന്റെ മുഖങ്ങളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തകർത്ത് ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അവൻ ജയം നൽകുന്ന ഒരു പകലായി മാറുകയാ. ഇവിടെ പറയുകയാണ്, ഞാൻ പിന്തുടരും. ആത്മാവ് ഞാൻ പറയുന്നു, ഇല്ല, നിനക്കതിന് കഴിയത്തില്ല. നിന്റെ തലയെ കാൽവറിയിൽ തകർത്ത് ജയോത്സവം കൊണ്ടാടിയ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവനെയാണ് ഞാൻ പിൻപറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ മിസ്രയീമിൽ നിന്ന് വിട്ടെങ്കിലും പിന്തുടരുന്ന ചില മിസ്രയീമിന്റെ വ്യാപാരങ്ങളെ വിട്ടത്, സകലതും ഉപേക്ഷിച്ചത്, സകലതും വേണ്ടെന്ന് വെച്ചത്, എന്നാൽ ഇന്ന് പകലിൽ നിന്നെ പിൻപറ്റുന്ന ചില ശക്തികളെ, ഫറവോന്റെ ശക്തികളെ എന്റെ സ്വർഗത്തിലെ ദൈവം തകർത്ത് ഈ ദിവസങ്ങളിൽ ദൈവം ജയം തരുന്ന ദൈവമത്രേ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവനാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവനെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞപ്പം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ നിന്നെയും എന്നെയും പിൻപറ്റുന്ന, പിന്തുടരുന്ന ശത്രുവിനെ തകർത്ത് ജയം തരുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആത്മാവിന്റെ ആരാധന, ആത്മാവിന്റെ ആരാധന, അഭിഷേകത്തിന്റെ ആരാധന, അന്യഭാഷയുള്ള ആരാധന ഇന്ന് പകലിൽ ഇവിടെ ഉയരട്ടെ. ശത്രുവിന്റെ വഴികൾ ഇന്ന് പകൽ തകരട്ടെ, അവന്റെ പദ്ധതികൾ തകരട്ടെ, അവന്റെ നിരൂപണങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരട്ടെ.